നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മെക്സിക്കൻ അതിർത്തിയിൽ തലങ്ങും വിലങ്ങും പറന്ന് അമേരിക്കൻ സൈനിക ഹെലികോപ്റ്ററുകൾ. ഇതിനെ പേടിച്ച് പലയിടങ്ങളിലായി ഓടി ഒളിക്കുന്ന അഭയാർത്ഥികൾ. ഡൊണാൾഡ് ട്രംപ് തന്റെ നിലപാട് കടുപ്പിക്കുകയാണ്. ഒരു തരത്തിലും താൻ പിന്നോട്ടേക്ക് പോകാൻ തയ്യാറല്ല എന്നും ആരൊക്കെ ഇടനില നിൽക്കാൻ വന്നാലും കാര്യമില്ല എന്നും തന്റെ ചെയ്തികളിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ്. അമേരിക്ക എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഇറങ്ങി തിരിച്ച നൂറുകണക്കിന് കുടിയേറ്റക്കാർ ഇപ്പോൾ കണ്ണീരൊഴുക്കുകയാണ്. എന്നാൽ നിർദാക്ഷിണ്യം ഇവരെയെല്ലാം പുറത്താക്കുകയാണ് ട്രംപ്. പുതിയ സർക്കാർ അധികാരത്തിലേറി 3 ദിവസം പിന്നിടുമ്പോൾ 538 അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്ത് നാട് കടത്തി. സൈനിക വിമാനത്തിലാണ് ഇവരെ നാട് കടത്തിയതെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് അറിയിച്ചു. തീവ്രവാദി എന്ന് സംശയിക്കുന്ന ഒരാളും ട്രെൻഡി അരാഗ്വ സംഘത്തിലെ 4 പേരും കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യത്തിൽ പങ്കാളികളായവരുമടക്കം 538 അനധികൃത ക്രിമിനലുകളെയാണ് പുറത്താക്കിയത് എന്നാണ് ലെവിറ്റ് ഓൺലൈൻ പോസ്റ്റിൽ പറഞ്ഞത്. US ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുകയാണ് എന്നും അവർ വ്യക്തമാക്കി. ബലാത്സംഗം, കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് US കുടിയേറ്റ കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് വകുപ്പ് അറസ്റ്റ് ചെയ്തവർ നാടുകടത്തപ്പെട്ടവരുടെ പട്ടികയിലുണ്ട്. കഴിഞ്ഞ 4 വർഷത്തെ ബൈഡൻ ഭരണകാലത്ത് അമേരിക്കയിലേക്ക് കണക്കില്ലാത്ത അനധികൃത കുടിയേറ്റം നടന്നിട്ടുണ്ട് എന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. ഫെഡറൽ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ലക്ഷക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാർ അതിർത്തി വഴിയോ വാണിജ്യ വിമാനങ്ങൾ വഴി നേരിട്ടോ എത്തി പാർപ്പുറപ്പിച്ചതെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇത്തരത്തിൽ കുടിയേറിയവർ ദേശീയ സുരക്ഷയ്ക്കും പൊതുസംരക്ഷണത്തിനും വലിയ ഭീഷണിയാണെന്നും സർക്കാർ ഉത്തരവിൽ പറയുന്നു. അറസ്റ്റ് ഭയന്ന് കാലിഫോർണിയ, ഷിക്കാഗോ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കുടിയേറ്റക്കാരിൽ പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ ജോലിക്കെത്തിയില്ല. US നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ വലിയൊരു വിഭാഗം അനധികൃത കുടിയേറ്റക്കാരാണ്. അതേസമയം നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാട് കടത്തുന്നതിന് മെക്സിക്കോയ്ക്ക് വലിയ തലവേദനയായിരിക്കുകയാണ്. മെക്സിക്കോയുടെ അതിർത്തി സംസ്ഥാനങ്ങൾ അഭയാർത്ഥികൾക്കായി കൂടുതൽ കൂടാരങ്ങൾ പണിയാൻ ആരംഭിച്ചു. US സംസ്ഥാനമായ ടെക്സസിലെ എൽപാസോയോട് ചേർന്ന സ്യൂഡാസ് ഹാരസിലാണ് കൂടാരങ്ങൾ ഒരുക്കുന്നത്. ജനുവരി 23-ന് അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കാനുള്ള നീക്കം US കോൺഗ്രസ് പച്ചക്കൊടി കാട്ടിയിരുന്നു. ഇപ്പോൾ കുടിയേറ്റക്കാരായ എല്ലാവരെയും പുറത്താക്കുമെന്ന് തന്നെ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.